അവിടെ ഒരുപാട് പേരുണ്ട്. അഭിലാഷുണ്ട്, ഒനീലുണ്ട്, അക്ബറുണ്ട്, നെവിനുണ്ട്, അങ്ങനെ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് പീപ്പിളുണ്ട്. എന്തുകൊണ്ടാണ് അനീഷേട്ടനെ ഒരു ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് അനീഷേട്ടനെ എങ്ങനെയാണ് കൊണ്ടുവന്നത് എന്നുള്ളതായിരുന്നു ചോദ്യം. എങ്ങനെയാണ് അനീഷേട്ടനെ പുഷ്പം പോലെ ഹാൻഡിൽ ചെയ്തതെന്നൊക്കെയായിരുന്നു. അതായത് ഭയങ്കര ഒരു ഗെയിമറാണ്, അതിന് ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഷാനവാസിക്ക. ആൻഡ് ഓൾസോ ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആൻഡ് ഓൾ അതൊക്കെ അവൻ്റെ ഗെയിമായിട്ടാണ് ഷാനവാസിക്ക കണ്ടിരിക്കുന്നത്. ശരിക്കുള്ള അനീഷിനെ എങ്ങനെയും പൊളിച്ചെടുക്കണം. ഗെയിമിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടപെട്ടതെങ്കിലും പിന്നീട് അങ്ങോട്ടൊരു നല്ലൊരു സൗഹൃദമാണ് മുമ്പോട്ട് കൊണ്ടുപോയത്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഷാനവാസിക്കയോട് വിശേഷം ചോദിക്കും, മെഡിസിൻ കഴിക്കുന്നതിൻ്റെ കാര്യം, അത് കുറേ കാര്യങ്ങൾ ഷാനവാസിക്കയോട് ചോദിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരെ ഫ്രണ്ട്ഷിപ്പിലോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആക്കുക എന്നുള്ളതാണ്. അല്ലാതെ എപ്പോഴും ട്രിഗർ ചെയ്ത് ഒരിക്കലും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കൊടുക്കാത്ത ഒരാൾക്ക് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ സാധ്യത, ഫ്രണ്ട്ഷിപ്പ് ആക്കാൻ ഒരു അനുയോജ്യമായൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ കോൾ ചെയ്യുന്നുണ്ട്, അനീഷേട്ടന് സംസാരിക്കുന്നുണ്ട്. അവരുടെ സംസാരത്തിൽ തന്നെ വന്നാലും ആദ്യം ഷാനവാസിക്കയെ വിളിക്കുകയും 2, 3, 4, 5 പ്രാവശ്യം ഒരു ദിവസം വിളിക്കുകയും പിന്നെ